വയനാട് വൈത്തിരിയിലോട്ട് പോയാൽ അവിടെ സ്ഥിരമായി നമ്മൾ സംസാരിക്കുന്ന കാര്യം തന്നെയാണ്. കാട്ടാനക്കൂട്ടം വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാട്ടാന ശല്യം രൂക്ഷമാണെന്നും അവിടെ വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടാകുന്നതെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആഷിഖെ, ഗുഡ് മോർണിംഗ്. ഈ കാട്ടാനക്കൂട്ടം ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണോ? വനം വകുപ്പ് എത്തിയിട്ടുണ്ടോ? എന്താണ് സാഹചര്യം? സേതു, നിലവിൽ കാട്ടാനക്കൂട്ടത്തെ അവിടെ നിന്ന് തുരത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം 5 ആനകളും ഒരു കുട്ടിയാനയും അടക്കമുള്ള സംഘമാണ് അവിടെ എത്തിയത്. മിനിഞ്ഞാന്ന് രാത്രിയോടുകൂടെയെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ കണക്കാക്കുന്നത്. തുടർന്ന് ഇന്നലെ രാവിലെയാണ് പ്രദേശത്ത് നിന്ന് ഈ കാട്ടാനക്കൂട്ടത്തെ കണ്ടത്. പക്ഷേ രാവിലെ ആയതിനാൽ തന്നെ സ്കൂളൊന്നുമില്ല. പക്ഷേ ആളുകളെല്ലാം പുറത്തിറങ്ങുന്ന സമയമാണ്. കുട്ടികളെല്ലാം പുറത്ത് കളിക്കാനടക്കം ഇറങ്ങുന്ന സമയമായതിനാൽ തന്നെ കാട്ടാനക്കൂട്ടത്തെ രാവിലെ തുരത്തില്ല. തുടർന്ന് വൈകിട്ടോടെയാണ് വകുപ്പെത്തി ഈ കാട്ടാനക്കൂട്ടത്തെ തുരത്തിയത്. ഏറ്റവും പ്രധാനം ഈ ചക്ക, മാങ്ങ തുടങ്ങി സീസണാണ്. അതെല്ലാം കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കാട്ടാന കൂട്ടമായി തന്നെ അവിടേക്ക് എത്തുകയും നിരവധി സ്ഥലങ്ങളിൽ കൃഷി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കൃഷിയിടങ്ങളിൽ പോയി തെങ്ങ്, കവുങ്ങ് തുടങ്ങി എല്ലാം നശിപ്പിക്കുകയും ഇത്തരത്തിൽ ചക്ക, മാങ്ങ തുടങ്ങി കഴിച്ച് അവിടെ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ രാവിലെയോടുകൂടി പ്രദേശവാസികൾ കണ്ടത്. പക്ഷേ ഈ രാവിലെ സമയത്ത് തുരത്തി കഴിഞ്ഞ് വലിയ രീതിയിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും വലിയ പ്രശ്നമുണ്ടാകുകയും ചെയ്യും. ഇത് വയനാട് വൈത്തിരിയാണ്. വൈത്തിരിയിലെ തളിമല എന്ന് പറയും. അവിടെ കാറ്റാടിപ്പാത്തി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. എന്തായാലും വൈകിട്ടോട് കൂടി തുരത്തിയതിൽ ആശ്വാസം ഉണ്ടെങ്കിൽ പോലും സ്ഥിരമായി കാട്ടാനെത്തുന്ന സ്ഥലമാണെന്നാണ് അവിടുത്തെ വാർഡ് മെമ്പർ അടക്കം അറിയിച്ചത്. എന്തായാലും ഇന്ന് ആറ്റ എത്തിയില്ല എന്നൊരു ആശ്വാസവും അവർ പങ്കുവെക്കുന്നുണ്ട്. സേതു, ശരി ആഷിഖെ. അപ്പോൾ കാട്ടാനക്കൂട്ടത്തെ തുരത്തി എന്നുള്ളത് ആശ്വാസകരമായ കാര്യം. പിന്നീട് ഈ വയനാട്ടിലേക്ക് കാര്യം പറയുമ്പോൾ ആശ്വസിച്ചിട്ടൊന്നും നമുക്ക് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമേ ഉള്ളൂ. കാരണം പോയ അതേ സ്പീഡിൽ ആനകളൊക്കെ വീണ്ടും തിരികെ അതേ സ്ഥലത്തേക്ക് വരുന്നതാണല്ലോ നമ്മൾ സ്ഥിരമായി വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.